നമസ്കാരം VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ശക്തമായ മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പൂമല ഡാമിന്റെ ഒരു സ്പിൽവേ ഷട്ടർ തുറന്നു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ഡാമിലെ ജലനിരപ്പ് 3ാം ഘട്ട മുന്നറിയിപ്പ് പരിധിയായ 28 അടിയിൽ എത്തിയതിനെ തുടർന്നാണ് നടപടി. ഒരു ഷട്ടർ 0.5 സെന്റിമീറ്ററാണ് നിലവിൽ ഉയർത്തിയിട്ടുള്ളത്. വടക്കാഞ്ചേരി MLA സേവ്യർ ചിന്നപ്പള്ളി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഷട്ടർ ഉയർത്തിയത്. ചേലക്കരയിൽ സ്വകാര്യ ബസിന് പുറകിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയിരുന്ന വാഹനം ഇടിച്ച് അപകടം. തൃശൂർ തിരുവില്ലാമല റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന് പുറകിൽ വിദ്യാർത്ഥികളുമായി പോയിരുന്ന മിനി ബസ്സാണ് നിയന്ത്രണം വിട്ട് ഇടിച്ചത്. അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കുകളില്ല. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും തൃശൂർ ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന് നടത്തിയ ഓപ്പറേഷൻ തണ്ടർ റെയ്ഡിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. തൃശൂർ ദിവാൻജി മൂലയിൽ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയുടെ മറവിലായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ കച്ചവടം. ലോട്ടറി കടയിൽ നിന്നും 2 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ചിറകരിഞ്ഞ് സംസ്ഥാന സർക്കാർ. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സർക്കാർ വിഹിതം വെട്ടിക്കുറച്ചതോടെ വികസന പ്രവർത്തനങ്ങൾ അവതാളത്തിലായിരിക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന UDF സർക്കാരിന്റെ തെറ്റായ നടപടിക്കെതിരെ താലൂക്ക് ഓഫീസിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ.